ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒന്ന് സയൻറ്റിഫിക് റെവല്യൂഷനും സയൻറ്റിഫിക് റിസർച്ച് പ്രോഗ്രാമുമാണ്. ഒരു പാരഡൈം എന്ന് പറയും, വേൾഡ് വ്യൂ. അത് പസൽസിനാണ് സോൾവ് ചെയ്യുന്ന. അതിലൊരു അനോമലി വരുമ്പോൾ വയലേഷൻ ഓഫ് എക്സ്പെക്ടേഷൻ പറയും. അത് വരുമ്പോഴാണ് റെവല്യൂഷൻ സയൻസിലേക്ക് പോകുന്നത്. അതായത് ഒരു പാരഡൈമിൽ അടുത്ത പാരഡൈമിലേക്ക് പോകുന്നത്. ഇപ്പോൾ ടോളമിയുടെ ജിയോ സെൻട്രിക് മോഡൽ, അതായത് എർത്ത് സെൻറ്ററിൽ സണ്ണും മറ്റ് പ്ലാനറ്റ്സ് ചുറ്റും കറങ്ങണം. അതിൽ നിന്ന് അനോമലി വന്നപ്പോഴാണ് അടുത്ത പാരഡൈമിലേക്ക് പോയത്, ഹീലിയോ സെൻട്രിക് മോഡൽ, സണ്ണ് സെൻറ്ററിൽ. അനോമലി വരുമ്പോഴാണ് ക്രൈസിസിലേക്ക് പോകുന്നത്. ഈ പ്രോസസ്സിൽ ജമ്പാണ്, ഇതിൽ റാഷണാലിറ്റി ഇല്ല, പക്ഷെ റാഡിക്കലാണ്, ക്യുമുലേറ്റീവും അല്ല. ഇതിന് പോപ്പറിൻ്റെ ഫാൾസിഫിക്കേഷൻ സിമിലാരിറ്റി ഉണ്ട്. പോപ്പറിൻ്റെ ഫാൾസിഫിക്കേഷൻ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സംഭവം തെറ്റായി തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ അതിനെ അവിടെ വെച്ച് റിജക്റ്റ് ചെയ്യും. വളരെയധികം സയൻറ്റിഫിക് ഇൻറ്റഗ്രിറ്റി ഉള്ള കാര്യമാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ പ്രോബ്ലം പറഞ്ഞാൽ എപ്പോഴും ഈ പ്രോഗ്രസ് സയൻസ് നടക്കില്ല. പ്രോഗ്രസ് സയൻസ് നടക്കാൻ വേണ്ടിയാണ് സയൻറ്റിഫിക് റിസർച്ച് പ്രോഗ്രാം വരുന്നത്. അതായത് കോർ തിയറി പ്രൊട്ടക്റ്റ് ചെയ്യും, ഹാർഡ് കോർ തിയറി പ്രൊട്ടക്റ്റ് ചെയ്യും. അതിനാണ് നെഗറ്റീവ് ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ സറൗണ്ടഡ് ബൈ എ സെറ്റ് ഓഫ് പ്രൊട്ടക്റ്റീവ് ബെൽറ്റ് ഉണ്ട്, ഓക്സിലറി ഹൈപ്പോതെസിസ്. അവിടെയാണ് ചേഞ്ച് വരുന്നത്, എംപിറിക്കൽ ചേഞ്ച് വരുമ്പോൾ. അല്ലാതെ അത് പോസിറ്റീവ് ഹ്യൂറിസ്റ്റിക്കാണ്, നെഗറ്റീവ് ഹ്യൂറിസ്റ്റിക്കിൽ ചേഞ്ച് വരില്ല. അങ്ങനെ വരുമ്പോൾ പ്രോഗ്രസ് സയൻസ് വരും. അല്ലെങ്കിൽ എപ്പോഴും ഫാൾസിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ സയൻസിൽ പ്രോഗ്രസ് ചെയ്യില്ല. കുഴപ്പം പറഞ്ഞാൽ ഈ ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസ് സയൻറ്റിസ്റ്റുമാർ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു റാഡിക്കലാണോ ഇല്ലാതെ, പക്ഷേ കുറച്ചുകൂടെ കൺസർവേറ്റീവും, കുറച്ചുകൂടെ കൺസർവേറ്റീവാണ്, വളരെ ക്യുമുലേറ്റീവാണ്, റാഷണലാണ്. സയൻറ്റിഫിക് റെവല്യൂഷൻ സിമിലാരിറ്റി മോർ ടു പോപ്പേഴ്സ് ഇതാണ് ഫാൾസിഫിക്കേഷൻ. അവിടെ അൺസയൻറ്റിഫിക്കായി എപ്പോൾ തോന്നുന്നു അപ്പോൾ അത് കളയും, റിജക്റ്റ് കളയും. പക്ഷേ സയൻറ്റിഫിക് റിസർച്ച് പ്രോഗ്രാമിൽ ഇപ്പോൾ അൺസയൻറ്റിഫിക്കായി തോന്നുന്ന കാര്യം അത് പ്രിസർവ് ചെയ്യും, ഒന്നും കളയില്ല. ഭാവിയിൽ അത് സയൻറ്റിഫിക്കായിട്ട് മാറാം. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും. ഇപ്പോൾ എംപിറിക്കലി പ്രോഗ്രസീവ് ആവുമ്പോഴും അപ്പോൾ തിയറിറ്റിക്കൽ പ്രോഗ്രസീവ് ആകുമ്പോഴാണ് പ്രോഗ്രസീവ് പ്രോഗ്രാം വരുന്നത്. പക്ഷേ ഡീജനറേറ്റീവ് പ്രോഗ്രാം എടുക്കുന്നതും റാഷണാലിറ്റിക്ക് എതിരല്ല. ഡീജനറേറ്റീവ് ആയത് ഭാവിയിൽ പ്രോഗ്രസീവ് ആയിട്ട് സയൻറ്റിഫിക് റിസർച്ച് പ്രോഗ്രാമിന് മാറ്റാം. സയൻറ്റിഫിക് റിസർച്ച് പ്രോഗ്രാമിൽ റിസർച്ച് പ്രോഗ്രാം മാറുന്നത് ടോട്ടലി അത് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് വളരെയധികം അക്സെപ്റ്റഡ് ആയിട്ട് ഒരു റിസർച്ച് പ്രോഗ്രാം വരുമ്പോഴാണ്. അല്ലെങ്കിൽ അത് അതേപോലെ തന്നെ നിൽക്കുവാണ്. എന്തൊക്കെ വന്നാലും സയൻറ്റിഫിക് റെവല്യൂഷൻ കുറച്ച് വളരെ റാഡിക്കലാണ്. ഡാറ്റ സിമിലാരിറ്റി മോർ ടു ഫാൾസിഫിക്കേഷൻ. സയൻറ്റിഫിക് റിസർച്ച് പ്രോഗ്രാം കുറച്ചുകൂടി കൺസർവേറ്റീവാണ്, സെൻട്രലായിട്ട് പ്രിസർവ് ചെയ്യും. ഇപ്പോൾ ന്യൂട്ടൻ്റെ 3 laws ഓഫ് മോഷൻ എടുത്ത് കഴിഞ്ഞാൽ ആ 3 ലോന് ആദ്യം ബേസിക്കലി പ്രൊട്ടക്റ്റ് ചെയ്യും. പക്ഷേ ഈ പറയുന്ന അതിനെ ക്വസ്റ്റ്യൻ ചെയ്യില്ല. ഇപ്പോൾ മാത്സ് ഇങ്ങനെയാണ്, ആക്സിയോംസ് എന്ന് പറയും. ബേസിക് ആയിട്ട് ഇപ്പോൾ ബർട്ടൺ റസ്സലായാലും ബ്രദർ മാത്സ് പഠിപ്പിച്ചപ്പോൾ അയാൾ ക്വസ്റ്റ്യൻ ചെയ്തു ഈ ബേസിക് ഇതിനെ കുറിച്ച്. ബേസിക് അസംപ്ഷൻ എന്ന് പറയും, അത് ഫിലോസഫിക്കലാണ്. അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനത്തെ സംഭവമാണ് സയൻറ്റിഫിക് റിസർച്ച് പ്രോഗ്രാമിൽ വരുന്നത്. ബേസിക് തന്നെ, പക്ഷേ ബേസിക് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കാര്യം ചിലപ്പോൾ തെറ്റായി മാറാം, ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യം വരും. അവിടേക്കാണ് സയൻറ്റിഫിക് റിസർച്ച് പ്രോഗ്രാമിന് വരുന്ന പ്രോബ്ലം. ഏറ്റവും നല്ല സയൻറ്റിഫിക് റെവല്യൂഷൻ തന്നെയാണ്. ഈ ഫാൾസിഫിക്കേഷൻ പറഞ്ഞാൽ ഒന്നും നടക്കില്ല, എപ്പോഴും ജമ്പാണ്, എപ്പോഴും പുതിയ തിയറിയിലേക്ക് ജമ്പാണ്. അവിടെ സയൻസ് പ്രോഗ്രസ് ചെയ്യില്ല. ഏറ്റവും നല്ല സയൻറ്റിഫിക് റെവല്യൂഷൻ തന്നെയാണ്. അതിൽ റാഡിക്കലുമാണ്, അതിൻ്റെ സെയിം ടൈം പ്രോഗ്രസ് സയൻസും വരുന്നുണ്ട്. സയൻറ്റിഫിക് റിസർച്ച് പ്രോഗ്രാമിൻ്റെ കുഴപ്പമാണ് പ്രോഗ്രസ് ഓഫ് സയൻസ് ഉണ്ട്, പക്ഷേ റാഡിക്കലല്ല. ഫാൾസിഫിക്കേഷൻ, സയൻറ്റിഫിക് റെവല്യൂഷൻ, സയൻറ്റിഫിക് റിസർച്ച് പ്രോഗ്രാം എടുക്കുമ്പോൾ ഈ സയൻറ്റിഫിക് റിസർച്ച് പ്രോഗ്രാം ഫാൾസിഫിക്കേഷൻ നേരെ ഓപ്പോസിറ്റാണ്. വളരെ റാഡിക്കലാണ് ഇത് ഫാൾസിഫിക്കേഷൻ, ഒട്ടും റാഡിക്കലല്ല സയൻറ്റിഫിക് റിസർച്ച് പ്രോഗ്രാം. ഇതിൻ്റെ ഇടയിൽ വരുന്നതാണ് സയൻറ്റിഫിക് റെവല്യൂഷൻ. സയൻറ്റിഫിക് റെവല്യൂഷനാണ് 3 ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്.